ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൻ വന്നതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ദോഷങ്ങളെക്കാളൊക്കെ ഉപരി ഒരു ഗുണവും കൂടി ഉണ്ടായി. അപ്പു എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും ഇത്രയും കാലം അപ്പു എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നുള്ള സത്യം എന്തായാലും എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഈ കുടുംബം വലുതാണ്, ബാലേട്ടൻ വലുതാണ്, ദേവേഴ്ത്തി വലുതാണ്, ഈ കുടുംബം നശിച്ചു പോകുന്നത് കാണാൻ താല്പര്യമില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പു ഇപ്പം കാര്യത്തോടെടുത്തപ്പോൾ ചെയ്തതും കാണിച്ചതും എല്ലാം ഇവരെ എല്ലാവരെയും അമ്പരപ്പിച്ച് കളഞ്ഞു. അവരെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും അമ്പരപ്പിച്ച് കളഞ്ഞു. കണ്ണന് പൈസ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണനെ വഴക്കു പറഞ്ഞതും കുടുംബത്തിന് വേണ്ടി നിന്ന് സപ്പോർട്ട് നിന്ന് സംസാരിച്ചതും എല്ലാം അപ്പുവാണ്. ആ അപ്പുവാണ് ഈ രീതിയിൽ മാറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പു ആ രീതിയിൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആർക്കും അത് പെട്ടെന്ന് താങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പുവിൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊരു വർത്തമാനം വീഴുമെന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണൻ റൂമിൽ പോയിരുന്നു പൊട്ടിക്കരയുന്നത്. താൻ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത്, ആ കുടുംബത്തിനെക്കുറിച്ച് ഓർത്ത്. പക്ഷേ കുടുംബത്തിനെക്കുറിച്ച് ഓർത്ത് മാറി നിന്നാൽ തൻ്റെ ഭാവി മുന്നോട്ട് പോവില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് കണ്ണൻ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കണ്ണൻ്റെ തീരുമാനങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് ഈ അപ്പു ഈ ബാലനോട് പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഹരി ചോദിച്ചപ്പോൾ ഞാനെന്താ നിന്റെ ചേട്ടനോട് പോയി മാപ്പ് പറയണമെന്ന് ചോദിച്ചു വലിയ ആൾ കളിക്കുക. എന്ത് പറയാനാ, കഷ്ടകാലം എന്ന് പറയാലോ. നമ്മുടെ ബാലൻ്റെ കഷ്ടകാലത്തിനാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ബാലൻ വരുന്നത്. ബാലൻ വന്നപ്പോൾ യാദർശികമായിട്ട് ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ബാലൻ്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു പോയിട്ടോ. കാരണം ഉള്ളിൽ അത്രത്തോളം വേദനയും പിടപ്പും ഉണ്ടാകാതിരിക്കില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ബാലൻ നേരെ ചെന്ന് വാതിലിൽ കൊട്ടാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ ചേട്ടനോട് ഞാൻ മാപ്പ് പറയാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പു നേരെ ചെന്ന് വാതിൽ തുറക്കുന്നതും ബാലൻ ഇങ്ങനെ കൈ കൊട്ടാൻ ആയുന്നതും ഒരുമിച്ചായിരുന്നു. ബാലനെ കണ്ടപ്പോഴേക്കും ഇവർ രണ്ടുപേരും കുറേ നേരം ബാലനെ നോക്കി നിന്നു. ബാലനും അതുപോലെ തന്നെ ഇവരെയും നോക്കി നിന്നു. പെട്ടെന്ന് നമ്മുടെ ഹരി ഇറങ്ങി വന്നിട്ട് എന്താ ബാലേട്ടാന്ന് ചോദിച്ചു. എന്താ ബാലേട്ടെന്നോ? അപ്പോൾ ഹരിക്ക് മനസ്സിലായില്ല. നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനേ വന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു നിൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞപ്പം ഞാൻ വാതിൽ കൊട്ടാൻ വരുമായിരുന്നു എന്ന് നമ്മുടെ ബാലൻ അന്നേരം പറഞ്ഞു. വേണ്ട ബാലേട്ടാ, ചെയ്ത തെറ്റ് മറക്കാൻ വേണ്ടി കിടന്നിടത്ത് കിടന്ന് ഉരുളൊന്നും വേണ്ട. അപ്പോഴേക്ക് ഈ ശബ്ദം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്താ ബാലേട്ടാ, എന്താ പ്രശ്നമെന്നും ചോദിച്ച്. എന്താ പ്രശ്നമെന്നോ? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാനേ ഇയാൾ ഇവിടെ വന്ന് ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി ഇങ്ങനെ നോക്കി. അപ്പോൾ ബാലൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ദേവിക്ക് അറിയാം. ഹരി ഒന്നും മിണ്ടുന്നില്ല. ഹരി ഇതെല്ലാം കേട്ട് സ്തംഭിച്ചിങ്ങനെ അവിടെ നിൽക്കുക. നാണമില്ലല്ലോ നിങ്ങൾക്ക്? എല്ലാവരെയും 4 നേരം ഉപദേശിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ സ്വഭാവം ആദ്യം നന്നാക്കിയിട്ട് മതി അനിയന്മാരെ ഉപദേശിക്കൽ. മറ്റുള്ളവരുടെ ബെഡ്റൂമിനരികിൽ പോയി ഒളിച്ചും പാത്തു നിൽക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവമേ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പു ഇങ്ങനെ ബാലനോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് ബാലൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ദേവിക്കും ആകെ വിഷമമായിക്കൊണ്ടിരിക്കുക. ഇവരെന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. അതായത് ഈ അപ്പു എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഇനി മേലിൽ ഞങ്ങളുടെ റൂമിൻ്റെ പരിസരത്ത് പോലും വന്നേക്കരുതെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അപ്പു അങ്ങ് കയറിപ്പോയി. അപ്പു അതും പറഞ്ഞ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവിയും ബാലനും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹരി ഇങ്ങനെ എന്തോ പറയാനെന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഹരിയോട് പറഞ്ഞു നീ അകത്തേക്ക് പൊയ്ക്കോ എന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി. അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവിയും ബാലനും കൂടി റൂമിൽ ചെന്നിരുന്ന് ഇങ്ങനെ ആകെ സങ്കടപ്പെടുക. ഈ സമയത്താണ് നമ്മുടെ ഹരി അകത്ത് ചെന്ന് അപ്പുവിനോട് ബാലൻ വന്നതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. കണ്ടില്ലേ നിന്റെ ചേട്ടൻ്റെ തനി സ്വഭാവം കണ്ടില്ലേ? ഇത്രയൊക്കെ ചെയ്തും പറഞ്ഞും വെച്ചിട്ട് നമ്മൾ തമ്മിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വന്ന് കാത്തു നിന്നതാണെന്ന് പറയുമ്പം നിർത്തടി, തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞു ഹരി. ഒരിക്കലും എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നീ ഇപ്പം നിങ്ങളെന്ന് വിളിച്ച് അപമാനിക്കുന്ന ആ മനുഷ്യനില്ലായിരുന്നെങ്കിലേ ഇന്ന് നീ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഈ ചെയ്തതിന് ഒരിക്കലും നിനക്ക് മാപ്പില്ലെന്നുള്ള കാര്യം ഹരി ഇങ്ങനെ പറയാം. അപ്പുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പു ഇത് രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പുവിന് ശരിക്കും പറഞ്ഞാൽ കണ്ണനോടുള്ള ദേഷ്യമാണ് അപ്പു എല്ലാവരോടുമായിട്ട് ഇങ്ങനെ തീർക്കുന്നത്.
അങ്ങനെ ആ ഒരു ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റൂമിൽ ചെന്നിരുന്നതേ നമ്മുടെ ദേവിയും ബാലനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു പറയാനാ, ഒന്നും പറയാനില്ല. സ്വന്തം ജീവിതം പോലും മറന്നുകൊണ്ട് അനിയന്മാർക്ക് വേണ്ടി ജീവിച്ച് അനിയന്മാരുടെ മക്കളെയും നോക്കി ഒക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് നടന്ന് ഇപ്പം ഈ പരുവത്തിൽ വരെ എത്തി. ഇപ്പം ആ കുഞ്ഞിനെ ഒന്ന് കണി കാണാൻ പോലും ഈ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അപ്പു ദേവിക്ക് കൊടുത്തിട്ടില്ല. ആ കൊച്ചിനെ പോലും തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ മറ്റുള്ളവരുടേതൊന്നും നമ്മുടേതാണെന്ന് കരുതരുത്. അവനവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് എൻ്റേതെന്നോ അല്ലെങ്കിൽ അവരവരുടേതെന്ന് പറയാനുള്ള അവകാശം ഈ ഭൂമിയിൽ ആർക്കും ഉള്ളൂ. മറ്റാരുടെയും ഒന്നും കണ്ട് മോഹിച്ചിട്ട് കാര്യമില്ല എന്ന് വീണ്ടും വീണ്ടും ഈ കഥയിലൂടെ തെളിയിക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞു പോലും ഇവർക്ക് അന്യമായി പോകുന്ന രീതിയിൽ അപ്പു ഇങ്ങനെ അവിടെ നിന്ന് കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് കേട്ടും കണ്ടും കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിക്കും ബാലനും അത് ഒട്ടും താങ്ങാൻ പറ്റിയില്ല. ആ സമയത്ത് ബാലൻ ഇങ്ങനെ മരവിച്ച മനസ്സുമായിട്ട് മിണ്ടാട്ടവും ഇല്ല, അതുപോലെ ആരോടും ഒരു അനക്കോ ചലനങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മുറിയിലിരിക്കുന്നു. അപ്പോൾ ബാലൻ മൊത്തത്തിൽ തകർന്നു പോയെന്നുള്ള കാര്യം ദേവിക്ക് അറിയാം. ദേവി എന്നിട്ട് ബാലേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. ആര് കേൾക്കാൻ? ബാലൻ ഈ ലോകത്തൊന്നും അല്ല. കാരണം ബാലൻ്റെ നെഞ്ച് അത്രത്തോളം പൊട്ടിപ്പോണൊരവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെ ബാലന് ഒരുപാട് സങ്കടമായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവി പിന്നെ ഒരുപാട് ബാലനെ ശല്യം ചെയ്യാനൊന്നും നിൽക്കാതെ അവിടെ നിന്ന് അങ്ങ് മാറി അങ്ങിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശിവൻ നേരെ ഈ ബാലന് വേണ്ടിയിട്ടും അതുപോലെ ഹരിക്ക് വേണ്ടിയിട്ടും ഒക്കെ കണ്ണനോട് സംസാരിക്കാനായിട്ട് കണ്ണൻ്റെ മുറിയിലേക്ക് ചെല്ലുക. അപ്പോൾ കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ണൻ ഇങ്ങനെ അവിടെ വാതിലൊക്കെ തുറന്നിങ്ങനെ നിൽക്കുന്നു. വാതിൽ തുറന്നു. കണ്ണൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് തൃപ്തി ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശിവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുക അവിടെ. നിനക്ക് തൃപ്തി ആയില്ലേ എന്ന് ചോദിച്ചു. ഈ കുടുംബം ഇതുപോലെ തല്ലി പിരിച്ച് നാല് വഴിക്കാക്കിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കുടുംബം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭദ്രൻ ചിറ്റപ്പനോ അല്ലെങ്കിൽ തമ്പി സാറോ നിനക്ക് വല്ല കൊട്ടേഷനും തന്ന് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിച്ചു. അവരാണോ നിൻ്റെ ഈ കളികൾക്ക് പിന്നിലെന്ന് ചോദിച്ചപ്പോൾ അന്നേരം കണ്ണനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. നീ ആർക്കു വേണ്ടി പണിയെടുത്താലും ആർക്കു വേണ്ടി ഈ കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവത്തെ വിചാരിച്ച് നീ അത് ചെയ്യരുത്. ഈ കുടുംബത്തെ നീ തല്ലിപ്പിരിച്ച് കളയരുത്. നിനക്ക് വേണ്ടുന്ന പൈസ അത് എത്രയാണെങ്കിലും അത് ഞാൻ തന്നോളാം. പക്ഷേ ഇനി ഈ വീട് വീതം വെക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചോ നീ ഈ വീട്ടിലുള്ള ആരോടും സംസാരിക്കാൻ പാടില്ല. വല്യേട്ടനോടും വല്യേടത്തിയോടും ഒരിക്കലും നീ ഈ രീതിയിലൊന്നും പെരുമാറരുത്. അവരെ നീ വേദനിപ്പിക്കരുത്. അവരെ നീ വേദനിപ്പിച്ചാൽ നിന്നോട് ഈശ്വരൻ പോലും പൊറുക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി തൊഴുത് കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശിവേട്ടാ എന്ന് നാവെടുത്തൊന്ന് പറയാൻ പോലും കണ്ണനൊരിത് പറ്റിയില്ല. കാരണം കണ്ണൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ണന് തന്നെ അറിയാം. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ശിവൻ അവിടെ നിന്ന് പോയപ്പോൾ കണ്ണൻ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് നിരാശപ്പെട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും കണ്ണൻ നിരാശപ്പെട്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു നിരാശയും കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശിവൻ നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ അഞ്ചു ഇങ്ങനെ റൂമിലുണ്ട്. പെട്ടെന്ന് അഞ്ചു ചോദിച്ചു, എവിടെ പോയതായിരുന്നു ശിവേട്ടാന്ന്? ഞാൻ കണ്ണനെ കാണാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞു. അവനെ കാണാൻ പോയിട്ട് എന്താ കാര്യം? അവനെന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവനോട് ഞാൻ പറയായിരുന്നു ഇനി ഈ വീട്ടിൽ ആരെയും സങ്കടപ്പെടുത്തരുതെന്നും ഈ വീതത്തിൻ്റെ കാര്യം ചോദിച്ച് അവരോടൊന്നും സംസാരിക്കരുതെന്നും പിന്നെ അവന് കൊടുക്കാനുള്ള പൈസ എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്നിങ്ങനെ ചോദിച്ചു അഞ്ചു. പിന്നെ ഞാൻ അവനോടൊരു കാര്യം ചോദിച്ചായിരുന്നു. എന്താ ശിവേട്ടാ, ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നിന്നെ ഇനി ഭദ്രൻ ചിറ്റപ്പനോ അല്ലെങ്കിൽ തമ്പിസാറോ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നു പറഞ്ഞു വിട്ടതാണോ എന്ന്. ശിവൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പൈസയ്ക്ക് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുമ്പോൾ അത് കൊടുക്കാമെന്നും പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതെന്താണെങ്കിലും ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും അവരൊപ്പിച്ച് വിട്ടതാണോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അഞ്ചു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും അവൻ്റെ പിറകിൽ എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടെന്നുള്ള കാര്യം ശിവൻ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് ശിവൻ ഈ പൈസ കൊടുക്കാവുന്ന ഏറ്റ കാര്യമൊക്കെ അഞ്ജുവിനോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ആലോചിക്കുക. കാരണം അഞ്ജു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായാലോ. അഞ്ജു അതിനെ സമ്മതിച്ചില്ലെങ്കിൽ പണിയായില്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ശിവൻ ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അഞ്ജുവും അതുപോലെ ശിവനും ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞു. രാവിലെ പതിവ് പോലെ നമ്മുടെ ദേവി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി ഭഗവാന്റെ മുന്നിൽ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് കണ്ണുനീരിൽ കൈ കഴുകി ഇങ്ങനെ നിൽക്കുക. ഭഗവാനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടും ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലല്ലോ കണ്ണ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവി ഇങ്ങനെ കണ്ണനോട് കൈ കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറിയ ദേവിയുടെ അടുത്തേക്ക് നമ്മുടെ അപ്പു ഇങ്ങനെ വന്നു. അപ്പു വന്നിട്ടോ അപ്പു ഇങ്ങനെ ഭയങ്കര ജാടയെടുത്ത് തല പൊക്കി പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. ആ സമയത്ത് ദേവി ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ദേവിയോട് ചോദിച്ചു, എന്തു പറ്റി?
ദേവടുത്തി എന്താ എന്നോട് മിണ്ടാത്തത്? ഇന്നലത്തെ എൻ്റെ ദേഷ്യം വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല എന്ന് ദേവി പറഞ്ഞു. പിന്നെന്താ ഇങ്ങനെ മുഖയേറ്റി പിടിച്ച് നിൽക്കുന്നത്? എൻ്റെ ബാലേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ടതാണെന്നും ബാലേട്ടനോട് ആരെന്ത് പറഞ്ഞാലും ഞാനതിന് പ്രതികരിക്കുമെന്ന് പറഞ്ഞു. അതായത് അപ്പു ഇന്നലെ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നുള്ള കാര്യം നമ്മുടെ ദേവി ഇങ്ങനെ അപ്പുവിനോട് പറഞ്ഞതാ എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേടത്തേക്ക് എങ്ങനെയാണോ സ്വന്തം ഭർത്താവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊള്ളുമല്ലേ? അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഭർത്താവിനെ ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ എന്നെക്കൊണ്ട് കഴിയില്ല. ഞാനും പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് അപ്പു അങ്ങ് പോയി. ഇതും പറഞ്ഞ് അപ്പു പോയപ്പോഴും ദേവി ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടി അപ്പുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഒരു രീതിയിലും അപ്പു പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല. അപ്പു ഇങ്ങനെ ആ ഒരു വഴക്കും കാര്യങ്ങളും മുന്നോട്ട് ഒന്നിനൊന്നിന് കൂട്ടി കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇവിടുന്ന് വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഹരിയുമായി അമരാവതിയിലേക്ക് പോകാനുള്ള ആ ഒരു ശ്രമമാണോ എന്നും അറിയില്ല. എന്തായാലും സാന്ത്വനം തല്ലിപ്പിരിഞ്ഞ് രണ്ടും രണ്ട് തട്ടിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പു ആണ് ആ വീട്ടിലെ പ്രധാന വില്ലത്തിയായി മാറാൻ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ബാലൻ്റെ പിടിവിട്ട് കഴിയുമ്പോൾ ബാലൻ എന്ത് കടുങ്കൈ ചെയ്യുമെന്നുള്ളതും അറിയില്ല. കാരണം ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിട്ട് അവസാനം ചീത്തപ്പേരും പഴിയും മാത്രമേ ബാലന് കുടുംബസ്വത്തായിട്ട് അല്ലെങ്കിൽ ഭൂസ്വത്തായിട്ട് ജീവിതത്തിൽ സമ്പത്തായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആ കൃഷ്ണ സ്റ്റോഴ്സും കൂടെ മറ്റാർക്കെങ്കിലും കൂടെ എഴുതി കൊടുത്താൽ എന്തെങ്കിലും തീർത്ഥാടനത്തിന് ദേവിക്കും അതുപോലെ ബാലനും കൂടെ പോകാം. അത്രത്തോളം ആയി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.